ഹലോ മക്കളെ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂബോർഡിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഫ്ലസ് സാറാണ്, നിങ്ങളുടെ അക്കൗണ്ടൻസി ആൻഡ് ബിസിനസ് സ്റ്റഡീസ് എന്ത് ചെയ്യുന്ന ഡീൽ ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ, നിങ്ങൾ കുറേ വീഡിയോയിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും എന്നുള്ളൊരു ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ എന്താണ് ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. പല തരത്തിലുള്ള ലൈവുകളും പല ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റിലും എന്ത് ചെയ്യാണ് ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും പറയാനല്ല ഞാൻ വന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അക്കൗണ്ടൻസി സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്ററിനും വരാൻ പോകുന്ന ക്വസ്റ്റ്യനുകളെ കുറിച്ചാണ്. ഈ വീഡിയോ കണ്ടു കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞതുപോലെ തന്നെ ഈസി ആയിട്ട് ഒരു 30+ മാർക്ക് വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അക്കൗണ്ടൻസിയിൽ ഇത് ഏത് അക്കൗണ്ടൻസിനെ കുറിച്ചാണ് സാറ് പറയാൻ പോകുന്നത്? ഞങ്ങൾ അക്കൗണ്ടൻസിയിലെ AFSകാരുണ്ട്, അതേപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാരുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി സെപ്പറേറ്റ് അല്ല എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഡൗട്ട് ഉണ്ടാവും. എന്നിരുന്നാലും ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നത് ഈ പറഞ്ഞതുപോലെ ബേസിക് പാർട്ട്ണർഷിപ്പും അതേപോലെ തന്നെ ബേസിക് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്, രണ്ടാമത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ അല്ലേ. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞതുപോലെ തന്നെ CA ആണെങ്കിൽ CA, AFS ആണെങ്കിൽ AFSുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്ലൈഡ്സും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലത്തെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സാമിന് എന്തായാലും വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയുന്നില്ല. നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട് അല്ലേ. അത് സോൾവ് ചെയ്യലോ അതിനെക്കുറിച്ച് ഒരുപാട് പറയലൊന്നുമല്ല. ഇതിൽ ഞാൻ എൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ചാപ്റ്റർ 1 കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കട്ടെ. കാരണം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഓരോ അപ്ഡേറ്റ്സും, നമ്മുടെ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സും, നമ്മുടെ കോഴ്സസിൻ്റെ അപ്ഡേറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി PYQ നോട്ട്സ്, മോഡൽ ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഓണം എക്സാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ എക്സാമുമായി റിലേറ്റ് ചെയ്തുള്ളൂ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ വേണ്ടിയിട്ടുള്ള വെരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതെന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ബോക്സിൽ നമ്മുടെ ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അത് ചെയ്യാനും ഈ പറഞ്ഞതുപോലെ തന്നെ അതിലേക്ക് എന്ത് ചെയ്യാം, ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചാപ്റ്ററിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റിൽ വരാൻ പോകുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസേഴ്സ് ഞാൻ അടുത്ത സ്ലൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഞാൻ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 100% ഷുവറാണ് എന്ത് വരും, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. എന്താണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതിന് ഫോർമുല കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിട്ട് അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ലൈവിലും കാര്യങ്ങളിലും ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതെന്തായാലും ഒന്ന് പഠിച്ചിരിക്കുക. രണ്ടാമതായിട്ട് ആ ചാപ്റ്ററിന് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വരും. അതേപോലെ തന്നെ അസ്യൂമിങ് ദാറ്റ് ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത് ഏതാണ്, ചാപ്റ്റർ 1 ബേസിക്കിലാണ് അല്ലേ. പക്ഷേ നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊതുവേ ഈ ചാപ്റ്റർ എന്ന ക്വസ്റ്റ്യൻ വരാറില്ല. എപ്പോഴും അതെന്താണ്, സെക്കൻഡ് ചാപ്റ്ററിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാം കൂടി ഉണ്ടാകുന്ന ചോദ്യത്തിലാണ് വരാനുള്ളത്. പക്ഷേ നമ്മുടെ ഈ ഓണ പരീക്ഷയ്ക്ക് ചാപ്റ്റേഴ്സിൻ്റെ കൗണ്ട് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് അവരുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ളതായിരിക്കും. അതും അത് ഫ്ലക്ച്വേറ്റിംഗിൽ ഉണ്ടാക്കാൻ പറയും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്തൊരു ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും എന്ത് പഠിച്ചു വെക്കുക, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ചോദ്യം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ചാപ്റ്റർ 1 നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 അത് പഠിക്കുന്നതോട് കൂടിയിട്ട് അത് സെറ്റ് ആവുകയാണ്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ ഞാൻ ഇത് ജസ്റ്റ് അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തതാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് കുറച്ച് തിയറി ക്വസ്റ്റ്യനുകൾ. ഒന്നാമത്തെ ചാപ്റ്ററിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ എപ്പോഴും നമുക്കുള്ളതാണ്. കുട്ടികൾ ഒരു സമയം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ ടെൻഷനായി, പ്രഷറായി, പ്രോബ്ലം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, തിയറി നോക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രോബ്ലം ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല, തിയറി മാത്രം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവില്ല. എല്ലാവർക്കും വേണ്ടി 2 തിയറി ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് 110% ഷുവറായിട്ട് ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഈ പറഞ്ഞതുപോലെ ലിസ്റ്റ് ഫോർ ഔട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡുമായിട്ടുള്ള ഒരു ചോദ്യങ്ങൾ വളരെ കോമൺ ആയിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. 11th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ് അല്ലേ. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ടോപ്പിക്കിൽ നമ്മൾ കൃത്യമായിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഡീഡ്, അതിൽ പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതോ ആയിട്ടുള്ള ഏത് പോയിന്റ്സും നമുക്ക് ഡീഡിൽ മെൻഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഡീഡിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുക. അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡിഫറെൻറ്റ് 2 ടൈപ്സ് ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്
അക്കൗണ്ടും അതേപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ചോദ്യം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ഈ രണ്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യും, തിയറി ഭാഗത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും എന്ന് പറയുന്ന ഒരു ചോദ്യം. ഓക്കെ, സോ മിസ്റ്റർ രാജീവ് പാർട്ണർ ഫോം വിഡ്രോ 2000 every month from the firm. Calculate the amount of interest in drawing at 8% per annum at the beginning of each month, the end of the each month. ഈ പറഞ്ഞതുപോലെ തന്നെ ഡ്രോയിങ്സിൻ്റെ കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ടേബിളിലെ ആവറേജ് പീരീഡ് കാണുന്ന ഒരു ടേബിൾ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. ആ ആവറേജ് കാണുന്ന ടേബിൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, മനഃപ്പാഠമാക്കണം. അത് ബേസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ എൻഡ്, ബിഗിനിങ്, മിഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്ലി, ക്വാർട്ടർലി, ഈ ഹാഫ് ഇയർലി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിൻ്റെ ചോദ്യം എന്താണ്, 100% ആ ബോക്സും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇതിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അടുത്തതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ചോദ്യം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ചോദ്യം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ചോദ്യത്തിലും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ ഇത്ര ഉണ്ടായിരുന്നു, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്, അതിൽ ഇത്ര വിഡ്രോ ചെയ്തു എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള ചോദ്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് 12th സ്റ്റാൻഡേർഡിന് ഫസ്റ്റ് അക്കൗണ്ടൻസി ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. എപ്പോഴും പഠിച്ചു വെക്കുക. പ്രോബ്ലം ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതിൽ തന്നെ എന്ത് വരും, അത് രണ്ടും പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാകാൻ ഫ്ലക്ച്വേറ്റിങ്ങും. ഈ 4 ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് എന്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നത്, പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. പിന്നെ ഒരു 2 ചോദ്യം നമുക്ക് എവിടെ നിന്നാണ്, ഈ പറഞ്ഞ പോലെ ഡിഫറൻസ് ബിറ്റ്വീനും അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് ഫിക്സഡും, അതുപോലെ തന്നെ എന്ത് പഠിച്ചു വെച്ചേക്കാം, നമ്മുടെ ഈ ഗുഡ്വിൽ ഡീഡിൽ വരുന്ന കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കാം. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് അക്കൗണ്ടൻസിൽ നിന്ന് വരുന്ന ഏകദേശം ഒരു 90% മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നൗ ഗോയിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, ഞാൻ കുറച്ച് വേഗം പറയുന്നുണ്ട്, കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി AFSും അതുപോലെ തന്നെ CA ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് പറയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇതിൽ നിന്ന് വരുന്ന സെക്കൻഡ് ചാപ്റ്റർ ആലോചിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആയിരുന്നു അല്ലേ. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പുതിയ അക്കൗണ്ടുകൾ നമ്മൾ ഉണ്ടാക്കണം എന്നിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അക്കൗണ്ടൻസിയിൽ ഈ 2 ചാപ്റ്റർ മാത്രമേ നമുക്ക് ഓണപരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളൂ. എവിടുന്ന്, പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗത്ത്. പിന്നെ നിങ്ങൾ എടുക്കുന്ന AFSും CAയും ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിൽ മാറ്റങ്ങൾ വരുന്നതാണ് കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ് എനി 4 സർക്കംസ്റ്റാൻസസ് വിച്ച് റിക്വയർ ദ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഗുഡ് വില്ലിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്ന സാധനം. ഗുഡ് വിൽ വാല്യുവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 5 ടൈപ്സ് ഓഫ് വാല്യുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാല്യൂയിങ് ദ ഗുഡ് വിൽ. അത് കൃത്യമായിട്ട് 5 എണ്ണവും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിൽ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ ഇപ്രാവശ്യം ആവറേജ് മെത്തേഡ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം മറ്റൊരു മെത്തേഡിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ 1, 2, 3 മെത്തേഡുകളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഒരു തിയറിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗോ വിത്ത് ദ ഈ പറഞ്ഞതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് എന്നുള്ളൊരു 5-6 സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ സംഭവിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് പാർട്ട്ണർഷിപ്പിൽ സംഭവിക്കുന്നത് അല്ലേ. അവിടെ എന്തുണ്ട്, റേഷ്യോയിൽ ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ റേഷ്യോയിൽ ചേഞ്ച് വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട് വരുന്നതാണ് ഒരു സാധനമാണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ന്യൂ റേഷ്യോ വരുന്നതോട് കൂടിയിട്ട് അത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്ന് പഠിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും വരുന്ന ചോദ്യമാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയുള്ള സാധനമാണ് അടുത്ത എന്തെന്ന് പറയുന്നത്, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. എന്തായിരുന്നു സാക്രിഫൈസിങ് റേഷ്യോ? ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് പഴയ 2 പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഷെയറിൻ്റെ ഒരു ഭാഗമാണ് അവർക്ക് കൊടുക്കുന്നത്. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം, ഇതുപോലത്തെ ഒരു ചോദ്യം. ബാലു ഇങ്ങനെ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് ഇങ്ങനെ പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, പുതിയതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇതിൽ ഡയറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂ പാർട്ട്ണർഷിപ്പ് റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതുപോലെ മൈനസ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുന്ന ആൻസർ എത്തുന്നു. ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് കൊണ്ട് റേഷ്യോ കാണാനുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് സെറ്റ് ആക്കി വെക്കുക. അപ്പോൾ റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, സാക്രിഫൈസിങ് റേഷ്യോ അതേപോലെ ന്യൂ റേഷ്യോ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ ആദ്യം തന്നെ. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത് ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് 5 മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഗുഡ് വിൽ ഉണ്ട്. ആ 5 മെത്തേഡുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ആവറേജ്, വെയ്റ്റഡ്, അതേപോലെ തന്നെ
സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസ്ഡ് സൂപ്പർ പ്രോഫിറ്റ്, അതേപോലെ തന്നെ ക്യാപിറ്റലൈസ്ഡ് ആവറേജ് പ്രോഫിറ്റ്. ഇത്രയും 5 മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ലൈവിലും കാര്യത്തിലും ഒക്കെ ഞാൻ ഓരോ ക്വസ്റ്റിനായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് എന്തായാലും വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അത് കൃത്യമാക്കി വെക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെയ്റ്റഡ് ആവറേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തത്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യനിൽ വരിക. ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉണ്ടാവും, ഒരു വെയ്റ്റഡ് ആവറേജിൻ്റെ ഒരു ടേബിളും നമുക്ക് തന്നിട്ടുണ്ടാവും. ആൻഡ് യു ഷുഡ് ആൻസർ ലൈക്ക് ദിസ്. വെയിറ്റ് ജസ്റ്റ് പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് ആവറേജ് വെയിറ്റ് കണ്ടിട്ട് നമ്പർ ഓഫ് ഇയേഴ്സുമായി പർച്ചേസ് ചെയ്യുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇപ്രാവശ്യം ഇവരെ വരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വെയിറ്റഡ് ആവറേജ് കൊടുക്കാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സേ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാവാം, അല്ലെങ്കിൽ ആവറേജ് മെത്തേഡ് ആണെങ്കിൽ അതിനെക്കാട്ടിലും എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കുറച്ച് വർഷങ്ങളും ആ വർഷം നടന്നിട്ടുള്ള പ്രോഫിറ്റുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യുക, കൃത്യമാക്കി വെക്കുക. ഈ പറഞ്ഞ പോലെ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നിങ്ങൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ് ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എന്ത് ചെയ്യാം, ഇതിന് ആൻസർ ചെയ്യുന്നതിൻ്റെ ഫോർമുലേഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഏത് മെത്തേഡിലും ചെയ്യാം. ആവറേജ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെയുള്ള എമൗണ്ടിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ആവറേജ് കണ്ടിട്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചെയ്താൽ ആവറേജ് മെത്തേഡായി. ഓക്കെ, അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ല ഇങ്ങനെ പറയാൻ വേണ്ടി. അപ്പോൾ ആവറേജ് മെത്തേഡ് പഠിച്ചു. ഓക്കെ, ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ആവറേജ് തന്നെ വെയ്റ്റഡ് ആവറേജ് നമ്മൾ ഓൾറെഡി പഠിച്ചു. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ആവറേജ് മെത്തേഡ് എന്താണ്, ഈ ആവറേജ് പ്രോഫിറ്റ് കണ്ടിട്ട് എത്ര വർഷത്തെ ആവറേജ് ആണോ കാണാൻ പറഞ്ഞത് ആ ആവറേജ് കണ്ടിട്ട് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യുന്നു. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നു. ഇനി സൂപ്പർ പ്രോഫിറ്റിന് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. ഇവിടെ പറഞ്ഞത് എന്താണ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടിയ സൂപ്പർ പ്രോഫിറ്റ് ഇതിനോട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100/NRR ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലും ഗുഡ് വിൽ കിട്ടി. ഓക്കെ, അപ് ടു സൂപ്പർ പ്രോഫിറ്റ് കാണുന്നത് വരെ ഗുഡ് വില്ലിൻ്റെ ഫോർമുലേഷൻ സെയിം ആണ്. പിന്നെ അത് വെറും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. യു ജസ്റ്റ് ഗോ വിത്ത് ദ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് വരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അതല്ല സൂപ്പർ പ്രോഫിറ്റ് ക്യാപിറ്റലൈസ്ഡ് സൂപ്പർ പ്രോഫിറ്റ് ആണെങ്കിൽ കിട്ടിയ സൂപ്പർ പ്രോഫിറ്റോട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100/NRR ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എങ്ങനെയും ചോദ്യം വരാം. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസ്ഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വരാം. ഇതുമായിട്ടൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ആൻസർ നോക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റലൈസ്ഡ് മെത്തേഡിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ഒരുപക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഗുഡ് വിൽ സെറ്റ് ആണെങ്കിൽ ഗുഡ് വില്ലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഓണം എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് നമ്മളോട് എന്ത് പറയും, റീവാലുവേഷൻ കാണാൻ പറയും, ക്യാപിറ്റൽ അക്കൗണ്ട് കാണാൻ പറയും, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറയുന്ന ഒരു കംപ്ലീറ്റ് എസ്എ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തോളൂ, എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുക, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള അല്ലെ. എന്ത് ചെയ്യുക, റീവാലുവേഷൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയുകയാണ് എന്ത് ചെയ്താൽ മതി, അസറ്റ് ഇൻക്രീസ് ആവുകയോ കുറയുകയോ അതേപോലെ ലയബിലിറ്റി കൂടുകയോ കുറയുകയോ എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രം വരുന്ന ഒരു അക്കൗണ്ടാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ റീവാലുവേഷൻ അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത് തന്നെ ഫ്ലക്ച്വേറ്റിംഗ് എന്നാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്താക്കുന്നു, ഒരു പുതിയ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു അഡ്മിഷൻ്റെ സമയത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓണം എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിന് ഗുഡ് വില്ലിൻ്റെ ഭാഗം കൃത്യമാക്കുക. 100% ഗുഡ് വില്ലിന് എങ്ങനെ ചോദിച്ചാലും ഉത്തരം എഴുതുമെന്നുള്ള ഉറപ്പ് നിങ്ങൾ വരുത്തുക. രണ്ടാമതായി നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും സെറ്റ് ആക്കും എന്നുള്ളതാണ് കേട്ടോ. ഈ രണ്ട് ഭാഗങ്ങൾ, ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു 80 അല്ലെങ്കിൽ 70% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് 100ലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ സാക്രിഫൈസിങ് റേഷ്യോയും ഈ പറഞ്ഞ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അപ്പം അതിൻ്റെ ചോദ്യത്തിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. പക്ഷേ കമ്പാരിറ്റീവ് ടു ദിസ് വൺ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കിന് നമുക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദിസ് മോഡൽ ഓൾമോസ്റ്റ് ഈ സെയിം മോഡലിൽ തന്നെയുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു കോമൺ അക്കൗണ്ടൻസി പേപ്പർ പഠിക്കുന്ന എല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ 12th സ്റ്റാൻഡേർഡിലെ കേരളത്തിലുള്ള മുഴുവൻ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട 2 ചാപ്റ്റേഴ്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്ററത്തെ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നൊരു കുട്ടി ഇവിടെ പറയുകയാണെങ്കിൽ ഐ എം ഡാം ഷുവർ ആ ചോദിക്കുന്ന പാർട്ണർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന 80% മാർക്കും നിങ്ങൾ എന്ത് ചെയ്തിരിക്കും, സ്കോർ ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി PYQs വേണോ, ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണോ, അതിന് എന്ത് ചെയ്തോളൂ, നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തോളൂ. അവിടെ നമുക്ക് PYQസും മൈക്രോബിറ്റും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് മാത്രം പോരെ സാർ, നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് വേണം, സൂം ക്ലാസ്സസ് വേണം, ഒരു ലൈവ് ക്ലാസ്സസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ കോച്ചിങ്ങിലേക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. കേരളത്തിലെ ഏറ്റവും മികച്ച +2 ബോർഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എന്താണ് അത് അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ
5,999 കൊടുക്കുന്ന സമയത്ത് യു ജസ്റ്റ് പേ 4,999 എന്നുള്ള എമൗണ്ടിൽ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും +2 സൂപ്പർ ബാച്ച് എന്നാണ്. അക്കൗണ്ടൻസിൻ്റെ ഒറ്റ സബ്ജക്റ്റിൻ്റെ കാര്യമല്ല പറയുന്നത്, +2ലെ കംപ്ലീറ്റ് സബ്ജക്ട്സും നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതിൻ്റെ സൂം ക്ലാസ്സസ്, ലൈവ് ക്ലിയർ ഡിസ്കഷൻസ്, അതേപോലെ തന്നെ അതിൻ്റെ PYQs, മൈക്രോബിറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ അഡാപ്റ്റീവ് ആപ്പിലൂടെയാണ് നമുക്ക് ക്ലാസ്സസ് കിട്ടുന്നത്. ഈ അഡാപ്റ്റീവ് ആപ്പ് എന്താണ്, ഒരു അപ്ഡേറ്റഡ് ആപ്പാണ്. നിങ്ങളുടെ ലേണിംഗ് സ്കിൽ അനുസരിച്ചിട്ട് അതെന്ത് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് തരികയും, നിങ്ങൾ നല്ല പഠിക്കുന്നതിൻ്റെ ഹാർഡ് ക്വസ്റ്റ്യൻസ് തരികയും, അല്ലെങ്കിൽ നിങ്ങളുടെ ലെവൽ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് തരുന്നൊക്കെ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 11th സ്റ്റാൻഡേർഡ് ഏതായാലും പോയി ഇനി +2ൽ പിടിക്കണമെന്ന് ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ജോയിൻ ചെയ്യേണ്ട കോഴ്സാണ് നമ്മുടെ വെറും 4,999 ഉള്ള നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ +2 ബാച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ +2 കൊമേഴ്സ് അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് 2 ചാപ്റ്ററിനെ കുറിച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അഗെയിൻ ഗോയിങ് ടു ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റുഡൻസും അതുപോലെ തന്നെ AFSൻ്റെ സ്റ്റുഡൻസ് ഉണ്ടാവും എന്നറിയാം. ഇനി കുറച്ച് നേരത്തേക്ക് ഞാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് സ്കിപ്പ് ദ ലൈൻ കേട്ടോ. ആരെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തോ, ഈ പറഞ്ഞ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഇതാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലും നമുക്ക് പഠിക്കാനുള്ളത് 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നത്. അഗെയിൻ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിനെ കുറിച്ച്. ജസ്റ്റ് ജോയിൻ ടു ദാറ്റ് ചാനൽ. ഓക്കെ, അപ്പോൾ 2 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 2 ചാപ്റ്ററിൽ വളരെ തിയറി ആയിട്ടുള്ള സാധനം മാത്രമേ വരുള്ളൂ. നമുക്കറിയാം നമുക്ക് എന്താണ് നമ്മുടെ മെയിൻ എക്സാമിന് 20 മാർക്ക് എവിടുന്ന് വരും, ഈ പറഞ്ഞതുപോലെ തന്നെ തിയറിയിൽ നിന്ന് വരും. 20 മാർക്ക് പ്രോബ്ലമായിട്ട് വരുന്ന ഒരു പേപ്പറാണ് എന്തെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ബേസിക് കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്ററാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്ന ചാപ്റ്റർ. അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത്. ഈ ഫീച്ചേഴ്സ് പഠിക്കുക. ഈ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ അഡ്വാൻറ്റേജസ് നിങ്ങൾ ചോദിച്ചാൽ എഴുതാം. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതാണ് ഫീച്ചേഴ്സ് പഠിക്കുന്നു. അതേപോലെ സെക്യൂരിറ്റി റീസൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സെക്യൂരിറ്റി റീസൺസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റ് ഔട്ട് ദ കോമ്പോണൻസ്, അതേപോലെ തന്നെ കോഡിഫിക്കേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞതുപോലെ ഈ കോഡിഫിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ചോദിക്കാണ്ട് 11th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ +2 അക്കൗണ്ടൻസിയിലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഒരു ചോദ്യ പേപ്പർ പോകില്ല എന്ന് എനിക്ക് 100% ഷുവറാണ്. ഓക്കെ, അപ്പോൾ ഈ കോഡിഫിക്കേഷൻ, ഇതേപോലെ കോമ്പോണൻസ്, പിന്നെ അതിൻ്റെ ഒപ്പം എന്തും പഠിച്ചു വെച്ചേക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ സെക്യൂരിറ്റിയും ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും പഠിക്കുന്നതോട് കൂടിയിട്ട് ചാപ്റ്റർ 1 ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ് കംപ്ലീറ്റ് ആവുക കേട്ടോ. അതിലൊന്നും പഠിക്കാനില്ല സത്യം പറഞ്ഞാൽ. ഈസി ആയിട്ട് കമ്പ്യൂട്ടറൊക്കെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത്രയും ആൻസേഴ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കമ്മിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ് ചാപ്റ്റർ 2 ഓഫ് എന്ന് പറയുന്ന സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പ്രെഡ് ഷീറ്റ് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ കുറേ കള്ളികളുള്ള സാധനമാണ്. അതിൽ ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ ചോദ്യം ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് കേട്ടോ. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ലിബ്രെ കാൽക്കി ഓഫ് ഈ സ്പ്രെഡ് ഷീറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനും, അതേപോലെ വിച്ച് ആർ ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് സ്പ്രെഡ് ഷീറ്റ് എന്നുള്ളതും, അതുപോലെ തന്നെ വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ഡാറ്റ എന്നുള്ള ഈസി ആയിട്ടുള്ള കുറച്ച് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷണറി ലെവലിൽ വരുന്ന ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ നേരെ അതിൻ്റെ പ്രാക്ടിക്കൽ തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നിന്ന് അവർക്ക് ചോദിച്ചേക്കാവുന്ന ഒരു തിയറി ആസ്പെക്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ഇത് 3 അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഈ 3 ചോദ്യം നിങ്ങൾ സെറ്റാണെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ ആൻസേഴ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ആൻസേഴ്സ് ഓൾസോ. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ കട്ടല് പോലെ കിടക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് എന്തുള്ളത്, ഈ പാർട്ട് 2 വരുന്നത്. ഈ പറഞ്ഞതുപോലെ ഇതിലത്തെ ഓരോ ഫംഗ്ഷൻ എന്താണെന്നും പഠിക്കുക, ആ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സിൻടാക്സ് ചോദിക്കുക. അപ്പോൾ കുട്ടികൾക്ക് സംശയമാണ് എങ്ങനെയാണ് മാഷ് ഇതിൽ നിന്ന് ചോദ്യം വരുന്നത്. അവർക്ക് ഒറ്റ ചോദ്യം ചോദിക്കാം, മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ ഏതെങ്കിലും 2 എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്മീഫ് എന്ന് എഴുതി കൊടുക്കാം. അങ്ങനെ ചോദ്യം വരാം. ഇനി സമ്മീഫ് എന്താണെന്ന് അവർക്ക് എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ മൊത്തം ഈ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഇഷ്ടമുള്ള 4 ഫംഗ്ഷൻസ് ചെയ്തെന്ന് ചോദിക്കാം. അങ്ങനെ എല്ലാ മാർക്കിനും ഇവിടുന്ന് ചോദ്യം വരാം. 2 മാർക്കിന് ചോദ്യം, 4 മാർക്കിന് ചോദ്യം ഒക്കെ ചോദിക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പഠിച്ചിരിക്കേണ്ടത്, ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫോർമുലയും കാര്യങ്ങളും സിൻടാക്സും ഒക്കെ നമ്മൾ എന്തായിരിക്കണം, കൃത്യമായിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെ ഈ 2 ചാപ്റ്റർ എന്ത് ചെയ്യാണ്, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ തീർക്കുകയാണ് കേട്ടോ. എഗെയിൻ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിനൊപ്പം തന്നെ നമ്മുടെ +2 ബാച്ചിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഓഫർ ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ
പ്രാക്ടിക്കൽ സെഷൻസ് എന്നുള്ളതാണ്. നിങ്ങളെ എഡ്യൂപോർട്ടിൽ കൊണ്ടുവന്ന് പ്രാക്ടിക്കൽ ആക്കുന്നതല്ല, നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ വീഡിയോ റെക്കോർഡിംഗ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. റെക്കോർഡഡ് സെക്ഷൻസ് അതിൽ ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ ഒരു ലാബിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഒരു സ്ക്രീന്, ആ സ്ക്രീന് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, വെറും 4,999 rupees വി വിൽ ബി ഏബിൾ ടു ഗെറ്റ് യു ദിസ്. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക്, നമ്മുടെ AFS സ്റ്റുഡൻസിൻ്റെ പിൻ ചെയ്യേണ്ട സമയമാണിത്. അപ്പോൾ AFS സ്റ്റുഡൻസ് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താണ് കമ്പനി അക്കൗണ്ട്സ് പഠിക്കുന്ന ഈ പറഞ്ഞതുപോലെ പ്രോബ്ലം മീൻസ് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇല്ലാണ്ട് വെറും ഈ പറഞ്ഞതുപോലെ തന്നെ തിയറി മാത്രം എഴുതാം, തിയറി അല്ലെങ്കിൽ പ്രോബ്ലം തിയറി എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻസ് ബാച്ചാണ് അല്ലേ. അപ്പോൾ ഇവർക്ക് എന്താണ് 40 മാർക്സ് ഫ്രം ദി ഈ പറഞ്ഞ പാർട്ട്ണർഷിപ്പ് ഒന്നും 40 മാർക്ക് AFS എന്നാണ് ചോദിക്കുക. CA-ക്കാരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയായിരുന്നു, 40-20-20 എന്നുള്ളതായിരുന്നു. 20 തിയറിയും 20 എങ്ങോട്ടും പ്രാക്ടിക്കലിലേക്കും പോകുന്ന പേപ്പറായിരുന്നു കമ്പ്യൂട്ടറൈസ്ഡ്. ഇവിടെ AFS-കാരെ സംബന്ധിച്ചിടത്തോളം എഗെയിൻ എത്രയാണോ നിങ്ങൾ പാർട്ട്ണർഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സെക്കൻഡ് പാർട്ടാണ് ഈ പറഞ്ഞതുപോലെ AFS എന്ന് വെച്ചാൽ വിത്ത് ദ പ്രോബ്ലം കേട്ടോ. മറ്റേതിൽ അവർക്ക് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് അത് വേഗം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് ഈ ഓണ പരീക്ഷയ്ക്ക് നമുക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ജേർണൽ എൻട്രീസ് അറിയാമെങ്കിൽ ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഒരു essay ക്വസ്റ്റ്യൻ 100% ഷുവറാണ് ഇവിടുന്ന് വരാൻ പോകുന്നത്. ഈ essay ക്വസ്റ്റ്യൻ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യങ്ങളും എന്തായിരിക്കും, ഇതിൽ നിന്ന് വരുന്ന ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് പോവാം. കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ ഇതിൽ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററിലേക്കും കോമൺ ആയിട്ട്, അപ്പോൾ ഈ 2 ചാപ്റ്റർ ഇപ്രാവശ്യം ചോദിക്കുന്നത് കൊണ്ട് ഐ ആം 100% ഷുവർ ആണ് എന്ത് പ്രതീക്ഷിച്ചോളൂ, ഈ ഒരു തിയറി ക്വസ്റ്റ്യൻ ഈ പറഞ്ഞതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ക്വസ്റ്റ്യൻ 100% ആയിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ ഞാൻ ഏകദേശം ഒരു 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ 2 പോയിന്റ് കൂടി അഡീഷണൽ പഠിച്ചു വെച്ചോ. 5 എണ്ണം മതി, 5 എണ്ണം തന്നെ അവർ ചോദിക്കാൻ പോകുന്നുള്ളൂ. 100% ഷുവർ ആണ് ഈ ഷെയറും ഡിബഞ്ചറും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്ന തിയറി ക്വസ്റ്റ്യൻ ഈ എക്സാമിന് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 6 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ നിങ്ങൾ 100% എന്ത് ചെയ്തോളൂ, ഷുവർ ആയിട്ട് വെച്ചോളൂ. ഇതിന് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവർ എന്തായാലും ചോദിക്കാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. യു ക്യാൻ എക്സ്പെക്ട് അതർ ക്വസ്റ്റ്യൻ ഓൾസോ. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അത് ഫോർഫീറ്റ് ആവുന്നു, അല്ലെങ്കിൽ കോൾ സിനാരിയോസ് ആവുന്നു, അത് റീ ഇഷ്യൂ ചെയ്യുന്നത് ഭാഗമായിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എന്താണ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇതിൻ്റെ ഭാഗത്തു നിന്ന് ഈ പറഞ്ഞതുപോലെ റീ ഇഷ്യൂ മാത്രമുള്ള ജേർണൽ എൻട്രി ചോദിക്കുകയാണെങ്കിലും, ഇനി ഫോർഫീറ്റ് ആവുന്നത് മാത്രം ചോദിക്കുകയാണെങ്കിലും, പ്രീമിയം ഇഷ്യൂ ചെയ്യാനുള്ളത് മാത്രം ചോദിക്കുകയാണെങ്കിലും, എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെ ആൻസറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എനി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ പറഞ്ഞതുപോലെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അത് ഫോർഫീറ്റ് ആവുന്നു, അത് റീ ഇഷ്യൂ ചെയ്യുന്നു, അത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു, ഇത്രയുള്ള ചോദ്യമാണിത്. ഇതിൽ വളരെ ചെറുതാക്കി ഒരു ഫോർഫീറ്റ് ചെയ്ത എൻട്രി മാത്രം ചോദിക്കും, ഫോർഫീറ്റ് ആൻഡ് റീ ഇഷ്യൂ മാത്രം ചോദിക്കും. അങ്ങനെ ഒക്കെ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. ഇനി ഇതിൻ്റെ കൂടുതൽ ചോദ്യങ്ങൾ വേണം, കം ടു ദ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ഞാൻ ഒരുപാട് ചോദ്യങ്ങളും അതേപോലെ തന്നെ ആൻസർ കീകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്താൽ മതി, കൃത്യമായിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ആൻസറാണ്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകും, ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഷെയർ പോലെ തന്നെ അടുത്തൊരു നമ്മൾ കടം വാങ്ങുന്നതാണ് ഡിബഞ്ചർ എന്ന് പറയുന്ന സാധനം. ഈ ഡിബഞ്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. അതിൻ്റെ ഇഷ്യൂയിങ്ങിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 6 ഡിഫറെൻറ്റ് വേസിലാണ്. ആ 6 ഡിഫറെൻറ്റ് വേസിലും ഡിഫറെൻറ്റ് ജേർണൽ എൻട്രീസ് ആണ്. ആ 6 ഡിഫറെൻറ്റ് ജേർണൽ എൻട്രീസ് പഠിക്കുന്നതോട് കൂടി പിന്നെ ഡിബഞ്ചറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, വേറൊരു പേടിക്കേണ്ട. ഫ്രം ദ ബോർഡ് എക്സാം വ്യൂവിൽ നോക്കുകയാണെങ്കിൽ വെറും 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എന്താണ് ഈ ഓണ പരീക്ഷയ്ക്ക് കുറച്ചും കൂടി വെയിറ്റേജ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഠിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ 6 സിറ്റുവേഷൻസിലുള്ള ജേർണൽ എൻട്രീസ് നിങ്ങൾക്ക് കൃത്യമാണെങ്കിൽ, ഇഫ് യു ആർ 100% കോൺഫിഡൻറ്റ് അബൌട്ട് ദീസ്, ഇത്രയും എൻട്രീസിൽ നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ ഡോണ്ട് വെറി, നിങ്ങൾക്ക് എന്തായാലും ഡിബഞ്ചറിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് പല ക്വസ്റ്റ്യൻസുകൾ ഇത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. ഈ പറഞ്ഞതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്നത് പാറിൽ, റിഡീം ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ പാറിൽ തന്നെ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു, പാറിൽ റിഡീം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അവർ ചോദിക്കുള്ളൂ. ഡോണ്ട് വെറി, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതും അതങ്ങനെ ആക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ഒന്നും ഡിബഞ്ചറിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാനില്ല. ഈ 6 സിറ്റുവേഷൻ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോ ലൈവിലും കാര്യത്തിലും
ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, കൃത്യമാക്കി വെക്കുന്നതോട് കൂടിയിട്ട് ഡോൺ വെറി ഡിബഞ്ചറിൻ്റെ ഭാഗവും നിങ്ങൾ സെറ്റായി. ഇവിടുന്ന് ചോദിക്കാനുള്ള തിയറി കുറിച്ച് ഞാൻ ഓൾറെഡി ചാപ്റ്റർ 1 പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഈ പറഞ്ഞ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം ഇഫ് യു ആർ ഓക്കെ വിത്ത് ദ AFS എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന ഓണപരീക്ഷ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തായി സെറ്റായി. ഇത് തന്നെയാണ് നിങ്ങളുടെ ബോർഡ് എക്സാം വരെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് നിങ്ങൾ ഇത് റെഡി ആക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഇന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡോൺ വെറി ഗൈസ്, നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ ഈ ഒരു ഫ്ലോയിൽ തന്നെ പോവുക. ഇനി ഇതിനൊക്കെ ഒരാൾ നിങ്ങൾക്ക് വേണം. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരാളൊക്കെ എന്നോട് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചോ എന്നൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എഡ്യൂപോർട്ടിൻ്റെ ജോയിൻ ചെയ്യാൻ പറയുന്നത്. ഈ കോഴ്സിലേക്ക് നിങ്ങളെ മെൻറ്റേഴ്സ് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിക്കും. കേരളത്തിലെ നമ്പർ 1 ബാച്ച് ആവണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതായിട്ടുണ്ട്. ഇത് പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ +2 റിസൾട്ട് എടുത്ത് നോക്കിയാൽ ഫുൾ മാർക്ക് വാങ്ങിയ 6ഓളം സ്റ്റുഡൻസ് നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. ആ 6ഓളം സ്റ്റുഡൻസിൽ നിങ്ങൾക്കും ഇനി എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ തന്നെ ആവാൻ വേണ്ടി പറ്റും. ഇതുപോലെ തന്നെ 10ാം ക്ലാസ് പോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു സാധനമല്ല +2 എന്ന് പറയുന്നത്. നിങ്ങൾ അതിന് വിജയ ശതമാനം മാത്രം എടുത്ത് നോക്കിയാൽ വെറുതെ ഗൂഗിൾ എടുത്ത് നോക്കുക. കഴിഞ്ഞ 2025 10ാം ക്ലാസ് പാസ്സായ പെർസെൻറ്റേജ് എത്ര, 99.99 എന്നാ. നിങ്ങൾ +2 പാസ്സായി നോക്കിയാൽ 74 സംതിങ് ആണ്. അവിടെ എന്തുണ്ട്, +2 10ാം ക്ലാസ്സിനെ പോലെ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ജയിപ്പിച്ച് വിടുന്നില്ല എന്നുള്ളതിൻ്റെ 100% എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ +1 പോയിട്ടുണ്ടെങ്കിൽ +2 പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ നമ്പർ 1 ബാച്ചിലേക്ക് പോരി. അതിൻ്റെ സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടം അടിപൊളി മാഷുമാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവും ഈ കാര്യങ്ങളൊക്കെ തന്ന് ഡൗട്ട് ക്ലിയറൻസും നിങ്ങളിങ്ങനെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സന്നദ്ധമായി നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ മക്കളെ, എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്തായാലും നല്ല മാർക്ക് സെറ്റ് ചെയ്യുക. ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് എഴുതാനുള്ളത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.